ഈക്വലി ചെയ്യണം. ചിലവരെ സെലക്ട് ചെയ്ത് മറ്റേ എന്തെങ്കിലും ഇന്റൻഷൻ ഉണ്ടെങ്കിൽ കണ്ടന്റ് ആണെങ്കിലും എന്താണെങ്കിലും അവരെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ മണ്ടന്മാരായിട്ടുള്ള ബിഗ് ബോസ് മത്സരാർത്ഥികൾ മറ്റ് സീസണുകളിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. മറ്റ് സീസണുകളിൽ വളരെ കളിയൊക്കെ കുറവായിരുന്നു, നന്നായി ഗെയിം കളിച്ചിട്ടില്ല, ഇത്തിരി ഉഷാറ് കുറവായിരുന്നു, സീസൺ മോശമായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ സീസണിൽ നല്ല ഉഷാറായിട്ട് കളിക്കാൻ പറ്റിയ നല്ല മത്സരാർത്ഥികളാണ് എത്തിയിരിക്കുന്നത് എന്നൊരു തോന്നൽ പ്രേക്ഷകർക്ക് കുറച്ച് പേർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊരു വിഭാഗം മാത്രമേ ഒരു ഗെയിം കളിക്കാൻ കൊള്ളാവുന്നവരുള്ളൂ എന്ന് പറയേണ്ടി വരും. മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി മണ്ടന്മാരുടെ ഒരു വിഭാഗമാണെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പവർ ടീമിലുള്ള മത്സരാർത്ഥികൾ എന്താണ് പവർ എന്ന് തിരിച്ചറിയാത്ത മത്സരാർത്ഥികളാണ്. തനിക്ക് പണി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കിച്ചണിലാണ് പവർ ടീമിന് ജോലിയുള്ളത്, തങ്ങളുടെ പണി മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതാണ് പവർ ടീം അംഗങ്ങളുടെ പവർ എന്ന് പറയുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ പണിയെടുക്കാതിരിക്കാം എന്നുള്ളതാണെന്ന് തോന്നുന്നു പവർ ടീമിലെ അംഗങ്ങളുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ തനിക്കുള്ള ജോലികൾ മുഴുവൻ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് മുഴുവൻ ഞങ്ങൾ പവർ ടീം അംഗങ്ങൾ പറയുന്നു, നിങ്ങൾ പോയി ജോലി എടുക്കൂ, ആ പണിയെടുക്കൂ, ഈ പണിയെടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് മത്സരാർത്ഥികളെ കൊണ്ട്, മറ്റ് ടീമിലെ മത്സരാർത്ഥികളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടീമിലത്തെ പണിയും അവരെടുക്കണം, ഈ കിച്ചണിൽ വന്നിട്ട് ഇവർ പറയുന്ന പണികളും അവർക്ക് എടുക്കണം എന്നുള്ള ഒരു അവസ്ഥയാണ്. അതിൽ നമുക്കറിയാം ഫ്ലോർ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള പണിയാണ്. ആ ഫ്ലോർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരോട് വീണ്ടും കിച്ചണിൽ വന്ന് പണിയെടുക്കാൻ പറയുമ്പോൾ അവർക്ക് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. ഈ ഫ്ലോർ ക്ലീൻ ചെയ്യുമ്പോൾ നന്നായിട്ട് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടി അവർ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും കിച്ചണിലത്തെ പണി മുഴുവൻ എടുപ്പിക്കുന്നു എന്ന് പറഞ്ഞവർ ഇന്നിപ്പോൾ വളരെയധികം വലിയൊരു ഇഷ്യൂ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിരിക്കുകയാണ്. വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വലിയൊരു ഇഷ്യൂ. നമ്മൾ ചെയ്ത ആൾക്കാരെ കൊണ്ട് തന്നെ പണിയെടുപ്പിക്കുന്നു, എന്നാൽ അവിടെ ബാക്കിയുള്ളവരെ ആരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ശരണ്യ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്. അത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ശരണ്യനെ കൊണ്ട് അത്രയും പണികൾ എടുപ്പിക്കുന്നുണ്ട് അവരുടെ ടീമിലുള്ള മത്സരാർത്ഥികളെ കൊണ്ട്. അതായത് പണിയെടുക്കുമെന്ന് തോന്നുന്നവരെ കൊണ്ട്, അവർക്ക് പേടിയില്ലാതെ വിളിക്കാമെന്ന് തോന്നുന്നവരെ കൊണ്ട് ഒക്കെ പണിയെടുപ്പിക്കുന്നു. എന്നാൽ ഇവർക്ക് ഭയപ്പാടും വിളിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരൊന്നും ഇവർ വിളിക്കുന്നില്ല, പണിയെടുപ്പിക്കുന്നില്ല. എന്നിട്ട് പറയുന്നത് പവർ ഹൗസിലുള്ളവരുടെ പവർ അനുസരിച്ച് ഞങ്ങൾ പറയുന്നു നിങ്ങൾ പണിയെടുക്കൂ എന്നുള്ളതാണ്. എല്ലാവർക്കും തുല്യ പണിയാണ്, ജോലികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ജോലികൾ തിരഞ്ഞെടുത്ത് ഓരോ വിഭാഗമായി തിരിക്കുന്ന സമയത്ത് അതത് ഗ്രൂപ്പിലുള്ളവർ അതത് പണികൾ എടുക്കുക. അല്ലാതെ പണികൾ എടുപ്പിക്കാൻ, ഞങ്ങൾക്ക് സ്വന്തം പണി ചെയ്യാതെ മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കാനല്ല അവിടെ പവർ ടീം ഉള്ളത്. അതാദ്യം പവർ ടീം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മുമ്പൊന്നും ഇത്രയ്ക്കും ഇഷ്യൂ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. മുൻ സീസണുകളിൽ ഒന്നും തന്നെ പണിയെടുക്കാത്ത കാര്യത്തിന് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനൊരു പവർ ടീം വന്ന സമയത്ത് പവർ ടീം സ്വന്തം ജോലികൾ മുഴുവൻ മറ്റുള്ള ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ മോശം പ്രവൃത്തിയാണ്. ഇതിൻ്റെ പേരിൽ വളരെയധികം വലിയൊരു വഴക്ക് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ രാത്രി ലൈവിൽ സംഭവിച്ചത്. അതിലൊരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ പവർ ടീമിൽപ്പെട്ട ആളാണ് ഗബ്രി. പക്ഷെ ജാസ്മിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നില്ല എന്നൊരു കാര്യവും അവിടെ വരുന്നുണ്ട്. അവിടെ അങ്ങനെ ഒരു പോരായ്മയും അവിടെ അവരെ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് അവർക്ക് വേണ്ടപ്പെട്ടവരെ കൊണ്ട് അവർ പണിയെടുപ്പിക്കുന്നില്ല, അവർക്ക് വേണ്ടാത്തവരെ, അവർക്ക് ഇഷ്ടക്കേടുള്ളവരെ, പണിയെടുക്കുമെന്ന് തോന്നുന്നവരെയൊക്കെ വിളിച്ച് പണിയെടുപ്പിക്കുന്നു. ജാസ്മിനെ വിളിച്ച സമയത്ത് ജാസ്മിൻ ചെയ്യില്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷനും അവിടെ ഉണ്ടായി. ഗബ്രി ജാസ്മിനെ സംരക്ഷിക്കുന്ന ഒരു സിറ്റുവേഷനും നമ്മളവിടെ കണ്ടു ലൈവിൽ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് തനിക്ക് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കുന്ന ഒരു ഗബ്രിനെയും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. വളരെ മോശം കാര്യമായിരുന്നു ഗബ്രി അവിടെ ചെയ്തത്. അതൊട്ടും ശരിയായില്ല എന്ന് പറയാനേ സാധിക്കുള്ളൂ. എന്തായാലും ഇതുപോലെ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഒരു സീസൺ വേറെ ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ പവർ ടീം പവർ ഉപയോഗിക്കുന്നത് വളരെ മോശം കാര്യത്തിനാണ് എന്നും പറയേണ്ടി വരും. നല്ലൊരു കാര്യത്തിന് നല്ല രീതിയിൽ ആ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പവർ ടീമിനെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും മോശപ്പെട്ട ടീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവർ ടീമാണെന്ന് പറയാൻ തന്നെ വേണം.